ഇനി ഇവിടെ ഡോക്ടർ സമ്പത്ത് പറഞ്ഞ കാര്യങ്ങൾ താങ്കൾ കേട്ടല്ലോ. ഇനി അതിനോടുള്ള താങ്കളുടെ മറുപടിയാണ് എനിക്ക് കേൾക്കേണ്ടത്. ഇവിടെ സമ്പത്ത് സാറ് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം പകുതിയിലേറെയും അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിദ്യാർത്ഥി കാലത്തെ രാഷ്ട്രീയവും അതുണ്ടാക്കിയ ശാരീരിക ബുദ്ധിമുട്ടിനെയൊക്കെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയുക എന്നതിനും അപ്പുറത്തേക്ക് ഈ സമരം ഉന്നയിക്കുന്ന ഡിമാൻഡ് മന്ത്രി ആവർത്തിച്ച് പറയുന്നത് ഞങ്ങൾ ആശാ വർക്കർമാരോടൊപ്പമാണ്. എൻ്റെ ആശമാരെന്നാണ് പറയുന്നത്. 40,000 തന്നാലും മതിയാവില്ല, 25,000 തന്നാലും മതിയാവില്ല. പിന്നെ എന്താ പ്രശ്നം? എന്താണ് പ്രശ്നം? തരാൻ ഉദ്ദേശിക്കുന്നില്ല, തരില്ല. പകരം നിങ്ങൾ സമരം നിർത്തിപ്പോകണം. ഇതെങ്ങനെയാണ് ഒരു 39ാമത്തെ ദിവസം ഇരുന്ന് ചർച്ച ചെയ്തെന്ന് മനസ്സിലാവുന്നില്ല. ഇവരാരുടെ ആളുകളാണ്? ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പാവപ്പെട്ട ആളുകൾ അവരുടെ കുടുംബം പുലരുന്നത് ഈ ചെറിയ തുക കൊണ്ടാണ്. ഒരു ദിവസം നിങ്ങൾക്ക് കഴിയാൻ പറ്റുമോ? 7,000 രൂപയുടെ കണക്ക് വന്നത് 7,000 രൂപ കിട്ടില്ല കേട്ടോ, ഉപേക്ഷണ 7,000 കിട്ടില്ല. അതിന് മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡം എടുത്തു മാറ്റിയതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാം. ഓണറേറിയത്തിൻ്റെ മാനദണ്ഡം എടുത്തു മാറ്റിയിട്ട് അത് ഇൻസെൻറ്റീവിന് കൊണ്ടുവച്ചിരിക്കുന്നു. എന്നിട്ട് പറയണം ഇൻസെൻറ്റീവ് കുറഞ്ഞാൽ ഓണറേറിയം പകുതിയായി കുറയുമെന്ന് പറയുന്നു. ഇന്നലെ ഞങ്ങളത് മന്ത്രിയുടെ ചർച്ചയിൽ ചോദിച്ചപ്പോൾ പറയാണ്, നിങ്ങൾ 2 ദിവസം പണിയെടുത്താൽ നിങ്ങൾക്ക് 10,000 രൂപ കിട്ടുന്ന പുതിയ വാദം പറയുകയാണ്. എന്നിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് മറ്റ് ജോലിക്ക് പോകാം. അപ്പം ഞങ്ങൾ ഇത്രേ തരുവുള്ളൂ, കുടുംബം പുലർത്തണമെങ്കിൽ നിങ്ങൾ മറ്റ് ജോലിക്ക് പോകുന്നതിന് തടസ്സമില്ലെന്നാണ് ഇന്നലെ ചർച്ചയിൽ പറഞ്ഞത്. അപ്പോൾ എന്തൊക്കെയാണ് പറയുന്നത്? അപ്പം നിർബന്ധിത ജോലിയായി ഇത് നിശ്ചയിച്ചിരിക്കുകയും രാവിലെ മുതൽ രാത്രി വരെ പണിയെടുക്കേണ്ടതൊരു പ്രവൃത്തിയായി മാറുകയും ചെയ്തിട്ട് പറയുന്നു നിങ്ങൾക്കിത് മറ്റൊരു ജോലിക്ക് പോയി നിങ്ങൾ കുടുംബം പുലർത്തിക്കൊള്ളണമെന്ന്. അപ്പോൾ വിചിത്രമായ വാദം, ഒരു വ്യക്തതയില്ല. നേരത്തെ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു മന്ത്രിയെ സംബന്ധിച്ച് ഇതിലൊരു വ്യക്തതയില്ല, ആരൊക്കെയോ എന്തൊക്കെയോ എഴുതി കൊടുക്കുന്നു, എവിടെ നിന്നൊക്കെയോ ചില ക്യാപ്സ്യൂളുകൾ കിട്ടുന്നു, അതൊക്കെ പറയുന്നു, പിറ്റേ ദിവസം അതെടുത്ത് വീണ്ടും കൊടുക്കുന്നു. അതുകൊണ്ടാണ് ഒരു ദിവസം പറയുന്ന കാര്യം രാവിലെ പറഞ്ഞു വൈകുന്നേരം ആകുമ്പോൾ മാറ്റി പറയേണ്ടുന്നത്. അപ്പോൾ പിന്നെ കണ്ടുപിടിച്ച് വച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, എപ്പോഴും എടുത്ത് പ്രയോഗിക്കാവുന്നത് സമരസമിതിയെ ആക്ഷേപിക്കുക, നേതാക്കളെ കരിവാരിത്തേക്കുക. എന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, വനിതാ ശിശു വികസന മന്ത്രി കൂടിയാണ് ശ്രീമതി വീണ ജോർജ്. ഈ തെരുവിലിരിക്കുന്ന സ്ത്രീകളെ ഈ ആളുകൾ ആക്ഷേപിച്ചിട്ട് എന്ത് നടപടിയെടുത്തു? മറ്റു കാര്യങ്ങൾ അവിടെ നിൽക്കട്ടെ. എന്താ പറയുക? സുരേഷ് ഗോപി വന്നപ്പോൾ എന്ത് കൊടുത്തെന്നാണ് പറഞ്ഞത്? എന്താ കേട്ടുകൊണ്ടിരിക്കുന്നത്? ഈ കേരളത്തിലെ സ്ത്രീകൾ വെറുതെ വിടുമെന്നാണ് വിചാരിക്കുന്നത്? ഞങ്ങളടുത്ത് പറഞ്ഞു മാധ്യമപ്രവർത്തകരായിട്ട് സംസാരിക്കാൻ പറ്റില്ല. ഞങ്ങൾ മാധ്യമപ്രവർത്തകരെ കാണാനല്ല നിയമസഭയിൽ പോയത്. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കടക്ക് പുറത്തുനിന്ന് ആ വാക്ക് ഉപയോഗിച്ചില്ലെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മാധ്യമപ്രവർത്തകരുമായിട്ട് സംസാരിക്കണമെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോയി മീറ്റിംഗ് നടത്താറ്. ഞങ്ങൾ ആയിക്കോട്ടെ, സെക്രട്ടേറിയറ്റിൽ പോവാം. അപ്പം ഞങ്ങൾ നിയമസഭയിൽ വിളിച്ചു വരുത്തിയിട്ട് പറയുന്നു നിങ്ങൾ മാധ്യമപ്രവർത്തകരായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ സെക്രട്ടേറിയറ്റിൽ പോയി മീറ്റിംഗ് നടത്താം. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഇവിടെ മീറ്റിങ്ങിനാണ് വന്നത്. അപ്പോൾ എന്താണ് പറയുന്നത്? ഒരു വ്യക്തതയില്ല. അപ്പോൾ ഇതൊന്നും നമ്മളടുത്ത് വേണ്ട. നമ്മൾ വരിയാഹാരം കഴിക്കുന്ന ആളുകളാണ്, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ദയവ് ചെയ്ത് ഈ കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള തർക്കം എന്തിന് ആശാവർക്കർമാരുടെ തലയിൽ വെക്കുന്നു? പന്തലവിടെ ഒരു പൊതുസ്ഥലത്താണ് ഇരിക്കുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നെന്ന് പറഞ്ഞാൽ ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾക്കും കടന്നു പോകുന്ന പെരുവഴിയിലാണ് ഞങ്ങൾ സമരം ചെയ്തത്. അവിടെ ആർക്കും കടന്നു വരാം. അവിടെ കടന്നു വരുന്ന ഒരാൾ അയാൾ CPM കാരനാണോ BJP കാരനാണോ കോൺഗ്രസ് അനുഭാവിയാണോ ഞങ്ങൾ പരിശോധിക്കാറില്ല. അവരുടെ ജാതകം ഞങ്ങൾ നോക്കുന്നില്ല. അവിടെ വരുന്നത് ശത്രുവാണോ മിത്രമാണോ നോക്കുന്നില്ല. ഞങ്ങൾ വരുന്ന മുഴുവൻ ആളുകളോടും ഞങ്ങൾ സൗമ്യമായി സംസാരിച്ച് ഞങ്ങളുടെ ആവലാതികൾ പറയുന്നു, പിന്തുണയ്ക്കാൻ പറ്റുന്നവർ പിന്തുണയ്ക്കുന്നു. ഇന്ന് ശ്രീമാൻ വിജയരാഘവൻ്റെ അഭിപ്രായം കേട്ടുകൊണ്ട് ആശാവർക്കർമാർ ഒരു കാര്യം പറഞ്ഞു, ഫീൽഡിൽ പോയി പ്രവർത്തിച്ചാൽ രാവിലെ മുതൽ രാത്രി വരെ പ്രവർത്തിച്ചാൽ കിട്ടുന്നത് ഈ പറയുന്ന 7,000 രൂപയ്ക്ക് കിട്ടുന്നത് 232 രൂപ. അങ്ങനെ പണം കൊടുത്ത് ഭക്ഷണവും കിട്ടുമെങ്കിൽ ഏറ്റവും നല്ല പണി സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ പോയി ഇരിക്കുന്നത് തന്നെയാണെന്ന് ആശാവർക്കർമാർ തീരുമാനിക്കുക. അപ്പോൾ അവരവരുടെ അഭിപ്രായങ്ങൾ അവരവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ മറ്റുള്ള ആളുകളുടെ തലയിലേക്ക് കെട്ടിവെക്കരുത്, സ്വയം ഇല്ലാതാകാൻ ശ്രമിക്കരുത്. ഞാൻ ആദ്യം പറഞ്ഞു നമ്മൾ മനുഷ്യരാകണമെന്ന് സമ്മേളന സ്ഥലത്ത് പാട്ടിട്ടാലാവില്ല. മനുഷ്യനാകണം. മനുഷ്യൻ്റെ രൂപം പോരാ, മനുഷ്യൻ്റെ സ്വഭാവം വേണം. അരികുവൽക്കരിക്കപ്പെട്ടവരുടെയും പാവപ്പെട്ടവരുടെയും തൊഴിലാളികളുടെയും കാര്യങ്ങൾ കാണാൻ പറ്റണം. എന്താ പറഞ്ഞത്? പാടത്ത് പണിയെടുത്താൽ വരമ്പത്ത് കൂലി കൊടുക്കണമെന്ന് ഒരു കാലത്ത് വിളിച്ചിരുന്നു. ഇന്നത് പറയുന്നത് വേറെ ആവശ്യങ്ങൾക്കാണെന്നറിയാം. പക്ഷേ ഇവിടെ പണിയെടുത്താൽ കൂലി കൊടുക്കണം. അങ്ങനെ കൂലി കൊടുക്കാതെ പണിയെടുപ്പിക്കാൻ, ഇനി പണി ചെയ്യാൻ കേരളത്തിലെ ആശാവർക്കർമാർ തയ്യാറല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. നിങ്ങളെന്താ സമരത്തെ പൊളിക്കാൻ ശ്രമിക്കുന്നത്? എന്താ ഉപരോധിച്ച് എങ്ങനെയാണ്? സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൊരു നിയമലംഘന പരിപാടി നടത്താൻ കേരളത്തിലെ സ്ത്രീകൾ തയ്യാറായിരിക്കുന്നു. അവിടെ 2 ദിവസം കഴിയുമ്പോൾ കക്കൂസില്ലെന്ന് പറഞ്ഞ് മൂടും തൊട്ടി പോയില്ല. ഞങ്ങൾ 39 ദിവസം സമരം ചെയ്യാണ്. സ്ത്രീകൾക്ക് എങ്ങനെയാണ് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നത്? നമ്മൾ സമരം കണ്ടിട്ടുണ്ട്.
4-ാം ദിവസം കക്കൂസില്ല എന്ന് പറഞ്ഞ് പോയ സമരം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് ആ സമരമല്ല, ഇത് ഉറച്ച ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ സ്ത്രീകൾ നടത്തുന്ന സമരം. ഞങ്ങളുടെ പിന്തുണ ഏറുക തന്നെയാണ്. അത് ആശാവർക്കർമാരുടെ മാത്രമല്ല, കേരളത്തിൻ്റെ പൊതുസമൂഹത്തിൻ്റെ മുഴുവൻ പിന്തുണയും ഇന്ന് ആശാവർക്കർമാർക്കുണ്ട്. അതുകൊണ്ടാണ് ഏത് പ്രദേശത്ത് ചെന്നാലും ആളുകൾ ആദ്യം ആശാവർക്കർമാരുടെ സമരത്തിന് നിങ്ങൾ പിന്തുണയുണ്ടോ, ഇന്നൊരു മനുഷ്യനാകണമെങ്കിൽ അവൻ്റെ ഉരകല്ല് നിങ്ങൾ ഈ സമരത്തോടൊപ്പമാണോ അല്ലയോ എന്നുള്ളത് അതിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ്. അപ്പം ന്യായീകരണം എന്ന് പറയുന്നത് ഒരു കാരണവശാലും അതിന് നീർക്കുമിളയുടെ ആയുസ് പോലും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്.